അതിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് മുഖക്കുരു. അത് സാധാരണ ആൾക്കാർക്ക് കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള രീതിയിൽ മുഖക്കുരു വരിക. യൂഷ്വലി ആണുങ്ങൾക്ക് കാണുന്ന ഏരിയാസിലൊക്കെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് വരിക. അതായത് നമ്മുടെ മേൽചുണ്ടിൻ്റെ അവിടെ, താടിയുടെ ഭാഗത്ത്, നെഞ്ചിൽ, വയറ്റത്ത്, തുടയിടുക്കിലൊക്കെ കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് വരിക, താരൻ കാണുക. അതല്ലെങ്കിൽ കഴുത്തിൻ്റെ സൈഡിലൊക്കെ കറുപ്പ് പോലെ വരിക, കക്ഷത്ത് കറുപ്പ് പോലെ വരിക. മാം, പി സി ഒസിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പീരീഡ്സ് ഇറഗുലർ ആണെന്ന് കേൾക്കുമെങ്കിലും പലർക്കും ആദ്യം ഇത് സ്കിൻ പ്രോബ്ലംസ് ആയിട്ടാണ് കാണുന്നത്. ഹെയർ ഫാൾ, പിഗ്മെൻറ്റേഷൻസ്. അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ഇത് സ്കിന്നിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ശരീരത്തിൽ, സ്ത്രീകളുടെ ശരീരത്തിൽ നോർമലി തന്നെ കുറച്ച് എമൗണ്ട് മെയിൽ ഹോർമോൺസ് ആൻഡ്രോജൻ ഉണ്ട്. നമ്മൾ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന കണ്ടീഷനിൽ നമ്മുടെ ഓവറീസിൽ നിന്നും, അഡ്രീനൽ ഗ്രന്ഥികളിൽ നിന്നും, അതേപോലെ നമ്മുടെ കൊഴുപ്പിൽ നിന്നുമൊക്കെ കൂടുതലായി ഈ ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്കിന്നിൽ ചില ചേഞ്ചസ് കണ്ടു തുടങ്ങുക. അതിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് മുഖക്കുരു. അത് സാധാരണ ആൾക്കാർക്ക് കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള രീതിയിൽ മുഖക്കുരു വരിക. അതല്ലെങ്കിൽ യൂഷ്വലി ആണുങ്ങൾക്ക് കാണുന്ന ഏരിയാസിലൊക്കെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് വരിക. അതായത് നമ്മുടെ മേൽചുണ്ടിൻ്റെ അവിടെ, താടിയുടെ ഭാഗത്ത്, നെഞ്ചിൽ, വയറ്റത്ത്, തുടയിടുക്കിലൊക്കെ കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് വരിക. അതേസമയം തലയിലാണെങ്കിൽ ആണുങ്ങൾക്ക് വരുന്നത് പോലെ കഷണ്ടി വരിക. കഷണ്ടി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വരുമ്പോൾ അത് മുൻവശം മൊത്തത്തിൽ കയറിയിട്ടായിരിക്കില്ല. ആദ്യത്തെ ആ ഒരു ഫ്രണ്ടിലെ ഹെയർ അവിടെ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അതിൻ്റെ ബാക്കിലോട്ടുള്ള ഹെയർ, അതായത് നമ്മൾ പാർട്ടീഷൻ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വൈഡനിങ് ആയിട്ട് കാണാൻ പറ്റും. അതായത് കൂടുതലായിട്ടും പേഷ്യൻസ് വരിക നമ്മുടെ തലയോട്ടി കൂടുതൽ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് വരാറുള്ളത്. അപ്പം ഇത് മൂന്നുമാണ് മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്ന സ്കിന്നിലുണ്ടാകുന്ന ഫൈൻഡിങ്സ് PCOS. ഇത് കൂടാതെ നമുക്ക് താരൻ നമ്മൾ നോർമലി ഉള്ള താരൻ എന്നുള്ളത് ഒരു ഫംഗസ് ആണ്. നമ്മൾ നോർമലി ഉള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചാലും കുറയാത്ത രീതിയിൽ താരൻ കാണുക. അതല്ലെങ്കിൽ കഴുത്തിൻ്റെ സൈഡിലൊക്കെ കറുപ്പ് പോലെ വരിക, കക്ഷത്ത് കറുപ്പ് പോലെ വരിക, പിന്നെ ചെറിയ പാലുണ്ണികൾ പോലെ ചെറിയ ഗ്രോത്തുകൾ നമ്മുടെ സ്കിന്നിലൊക്കെ കാണുക. ഇതെല്ലാം ഈ ഒരു ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്.